വളരെ വൈകാരികമായിട്ടുള്ള വികാരനിർഭരമായിട്ടുള്ള ഒരു യാത്രയപ്പാണ് ബി എസ് നൽകുന്നത്. ഇപ്പോൾ ഈ നാടിനെക്കുറിച്ച് പറയുമ്പോൾ 1721 ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപത്തിൻ്റെ ഒരു നാട്ടിലേക്കാണ് വിപ്ലവകാരിയായിട്ടുള്ള ബി എസിൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തുന്നത്. പുന്നപ്രയുടെ മണ്ണിൽ നിന്ന് ജനിച്ചു വളർന്ന് ആ മണ്ണിലൂടെ നടന്ന് കേരളത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സഖാവായി മാറിയ വിപ്ലവകാരിയായി മാറിയ ബി എസ് കടന്നു വരുന്നത് ആറ്റിങ്ങലിൻ്റെ മണ്ണിലൂടെയാണ്. നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ ആറ്റിങ്ങലിന് വളരെയേറെ വിപ്ലവ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത 1721 ആറ്റിങ്ങൽ റാണിക്കെതിരെ അടക്കം യുദ്ധം ചെയ്ത ഒരു നാട്ടിലൂടെ കടന്നു വരികയാണ്. എത്രയോ തവണ ഈ വഴി കടന്നു പോയതാണ്. എത്രയോ തവണ ഈ നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട നേതാവാണ്. എത്രയോ തവണ ഈ നാട്ടിൽ നാട്ടുകാരെ അഭിസംബോധന ചെയ്തതാണ്. എത്രയോ സമരങ്ങളിൽ ഇവിടെ വന്ന് പങ്കെടുത്ത നേതാവാണ്. ആ നേതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും പറയാനുള്ളത് പലതരത്തിലുള്ള ഓർമ്മകളാണ്. ചിലപ്പോൾ അവർക്ക് നേരിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് ചില പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വായിച്ചും കണ്ടുമുള്ള അറിവായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ തന്നെ വളരെ വൈകാരികമായി റീത്തും പൂക്കളുമൊക്കെ തന്നെയായി CPM കൊടികളുമൊക്കെ തന്നെയായി അവർ ഓരോ ആൾക്കാരും കാത്തു നിൽക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആൾക്കാർ നേരത്തെ മുതൽ തന്നെ എത്തിയിരുന്നു. ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള മണ്ണ് കൂടിയായിട്ടുള്ള പ്രദേശത്തു കൂടി വി എസ് കടന്നു പോകുമ്പോൾ ഇവിടെ കണ്ണേകരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് വിളിക്കാതിരിക്കാൻ ഇവിടെ നിൽക്കുന്ന ഒരാൾക്കും സാധിക്കില്ല. അവരൊക്കെ തന്നെ മുഷ്ടി ചുരുട്ടി ലാൽസലാം പറഞ്ഞുകൊണ്ട് വി എസിന് യാത്ര അയക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 9:21 ആയിരിക്കുന്നു. 4 മണിക്കും 3 മണിക്കും ഒക്കെ തന്നെ വി എസ് അച്യുതാനന്ദനെ കാണാൻ വേണ്ടി കാറ്റിങ്ങലിലേക്ക് എത്തിയ ആൾക്കാരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്. വി എസിൻ്റെ ഒപ്പം പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ തന്നെ ഒരേ കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് അവസാനമായി ഞങ്ങളുടെ സഖാവിനെ ഒന്ന് കാണണം, ഒരു നോക്ക് കാണണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്ന കുട്ടികളാണ്. എന്താ പേര്? വി എസിനെ കണ്ടിട്ടുണ്ടോ മോൻ? ഇല്ല, കണ്ടിട്ടില്ല. അവസാനമായിട്ട് വി എസ് യാത്രയായി സ്വന്തം നാട്ടിലേക്ക് മണ്ണിലേക്ക് മടങ്ങുകയാണ്. എന്താ മോനെ വി എസിൻ്റെ ഒരു ഓർമ്മ? ഞാൻ ആദ്യമായിട്ടാണ് വി എസിനെ കാണുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് കാണാൻ ഞാൻ വന്നതാണ്. ഞാൻ കുറേ നേരമായി വന്നിട്ടുണ്ട്. മഴയായതുകൊണ്ടാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു. മംഗലപുരം കഴിഞ്ഞു, ചെമ്പമംഗലം ആയിട്ടുണ്ടോ? ഇപ്പം എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ വി എസിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ, അതോ അല്ലാതെ കേട്ടറിവാണോ? കേട്ടറിവാണ്. കേട്ടറിഞ്ഞതിനെക്കാട്ടി വലിയ ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു വലിയ മഹാവ്യക്തിയാണ് വി എസ് എന്നുള്ളത്. നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ വി എസിനെ? ഇല്ല. അതായത് അവസാനമായി കാണാൻ വന്നാണല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ൽ. രണ്ടുപേരും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരൊക്കെ തന്നെ വി എസിനെ കുറിച്ചുള്ള കേട്ടറിവ് മാത്രമാണ്. പക്ഷേ അതിനേക്കാൾ വലിയ ഒരു ചരിത്ര പുരുഷനായിരുന്നു വി എസ് എന്നുള്ളത് അവർക്ക് ഭാവിയിൽ വരും കാലങ്ങളിൽ അവർക്ക് പാഠപുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വലിയ രീതിയിലുള്ള ജനസഞ്ചയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം വി എസിന് ആറ്റിങ്ങൽ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ വേരോട്ടമുള്ള മണ്ണാണ്. ഒരു കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വിപ്ലവം ആരംഭിച്ച ഒരു മണ്ണ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൻ്റെ ഒരു വീര്യം ഈ മണ്ണിനുണ്ടാകും, ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുതന്നെയാണ് ഈ നിമിഷവും ഇവിടെ എത്തി നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും അവർക്കൊക്കെ തന്നെ ഒരിക്കൽ കൂടി വി എസിനെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എത്തിയിരിക്കുന്ന ആൾക്കാരാണ്. എത്ര നേരമായി വന്നിട്ട്? ഏകദേശം 1 മണിക്കൂർ. ഫാമിലി എടുത്തി? വി എസിനെ നേരിട്ട് കണ്ട് പരിചയമുണ്ടോ? നേരിട്ട് SFL ഉള്ളപ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് പഴയ സഖാവാണ്. SFL ഉള്ളപ്പോൾ കണ്ടിട്ടുണ്ട്. മോനൊക്കെ ആയിട്ട് എത്തി അല്ലേ? എന്താ മോൻ്റെ പേര്? ആരെ കാണാൻ വന്നാ? ബി എസിനെ കാണാൻ വന്നാ? കണ്ണേകരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം ഇവിടെ മുടങ്ങിയിരിക്കുന്നു. അതായത് വി എസ് അവസാനമായി ആറ്റിങ്ങലിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു എന്നുള്ള അറിയിപ്പ് ലഭിച്ചതോടുകൂടി കണ്ണേകരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നുള്ള മുദ്രാവാക്യം വിളിച്ച് ആ ഓരോ പ്രവർത്തകരും ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും അവരുടെ മുദ്രാവാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഓരോ പ്രവർത്തകരും വി എസിന്റെ ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നെത്തുകയാണ്.